ഈ ചേട്ടനെ നമ്മൾ കണ്ടപ്പോണ്ടല്ലോ ഇത് ആടുജീവിതത്തിൽ നമ്മുടെ നജീബിക്കായ പോലെ തോന്നി കേട്ടോ. നോക്കിക്കേ, ഇതുപോലെയുള്ള മുള്ളു ചെടികളുടെ ചെറിയ ചെറിയ തണ്ടുകളാട്ടോ ഈ ഇതിനു വേണ്ടി അടുക്കി അടുക്കി കൊടുക്കാനായിട്ട് പോകുന്നു. ഇതിന്റെ ടോപ്പ് ഭാഗത്താണ് തീ കത്തിക്കുന്നത്. ഇത്ര നല്ല ഫിനിഷിങ്ങിന് നമ്മുടെ കൈ കിട്ടുന്നത് നോക്കിയേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? പണ്ട് കാലത്ത് നമ്മൾ കരിമൂട്ട ഇടുവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തടിയൊക്കെ വെട്ടി ഇത് അടുക്കി ഫുള്ള് ഇതേ ചപ്പൊക്കെ ഇട്ട് മണ്ണൊക്കെ തേച്ചിട്ട് കത്തിച്ച് നമ്മളിതേ കരി എടുക്കുന്ന ഒരു പരിപാടിയില്ലേ, അതേ ഒരു സെയിം പരിപാടി ഉണ്ടല്ലോ ഞാനിപ്പോ ഇതേ കണ്ടു. എവിടെയാണെന്നറിയോ? രാജസ്ഥാനില്. ഇതേ ലൊക്കേഷൻ ഭിൽവാഡ. ആ, രാജസ്ഥാനിലെ ഭിൽവാഡയിലാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ കരിമൂട്ടത്തിന് പറയുന്നത് ബട്ടി എന്നാണ് കേട്ടോ. ബട്ടി, കൊയിലാബട്ടി. ആ, ഈ സംഭവം ഇന്ന് കാണാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലത് നമ്മുടെ റാംബായി ആണിത് ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇനി നമ്മൾ അവരുടെ ഫാക്ടറിക്കകത്ത് പോയി പരിചയപ്പെടുന്നതാണ്. बबूल है ये, यहाँ से इसको पूरा कटिंग करेंगे। ओके। और कटिंग करके अपना गाड़ी में डाल के उधर ले जाएंगे। उधर लेके जाएंगे, फिर उधर क्या भट्टी में इसको डालेंगे और इसमें से कोयला बनाएंगे। कोयला बनाएंगे फिर आप उधर हम सप्लाई करेगा। ओके ओके पूरा इंडिया में। पूरा इंडिया में सप्लाई करेगा। ഓക്കെ ഓക്കെ. റാംബായി എന്താ പറഞ്ഞെന്നറിയോ? ഇതുപോലെയുള്ള കുറ്റിച്ചെടികളാണ് കേട്ടോ ഇവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന്റെ കരിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല ഹീറ്റാണ്. ഈ ചെടിയിലാണ് ഈ ചെടികൾ ഇവർ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് അടുക്കിയാണ് ഈ കരി ഉണ്ടാക്കുന്നത്. ഓക്കെ, അന്തർ ജായേഗാ ദേഖ്. ബിൽക്കുൽ വെൽക്കം. ഓക്കെ. ഈ ചേട്ടനെ നമ്മൾ കണ്ടപ്പോ ഉണ്ടല്ലോ ഇത് ആടുജീവിതത്തിൽ നമ്മുടെ നജീബിക്കായ പോലെ തോന്നി കേട്ടോ. നോക്കിക്കേ ഷേപ്പൊക്കെ ആടുജീവിതത്തിലെ അതേ സെറ്റപ്പില്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. सर कितना साल काम किया? 30 साल. 30 साल 30 ഇയർ. 30 വർഷമായിട്ട് ഇതേ ഇവിടെ പണിയെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. എന്താണേലും ഇതേ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിന്റെ പണികളും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഉള്ളത്. ഇതുണ്ടോ, ഇതിനാവശ്യമായിട്ടുള്ള തടികൾ ഉള്ളിൽ ലോഡ് ചെയ്ത് വന്നേക്കുന്നതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഫുള്ള് ഇറക്കി ഇതേ ഇവിടെ ഇടും. പല്ല പച്ചത്തടി കേട്ടോ, അത് പച്ചത്തടി വന്നേക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോ എത്ര ചൂളയാണ് നോക്കിയേ. ഈ ചൂളക്കകത്ത് ഫുള്ള് ഇതേ ലൈവായിട്ട് ഇങ്ങനെ പണികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൊട്ടിക്കകത്ത് ഇത് തടി അടുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരെണ്ണത്തിന്റെ അകത്ത് കരി എടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പണികൾ ഇങ്ങനെ ഫുള്ള് 365 ദിവസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. गेट में ये लकड़ी है, इसको अंदर जमाना पड़ता है। हाँ, वो गेट में। हाँ, इसके अंदर इसको उठाओ, अंदर जमा दो। 2 घंटा लगता है जमाने में। ओके ओके, ठीक है। हाँ, 2 മണിക്കൂർ കൊണ്ട് ഈ ഗേറ്റിന്റെ അകത്ത് ഇതിപ്പോ ഇവിടെ തടി അടുക്കി തുടങ്ങി കേട്ടോ. കുറച്ച് 2 മണിക്കൂർ കൊണ്ട് ഇതിന്റെ അകത്തേക്ക് തടി ഫുള്ള് അടിക്കും. बाद में क्या करेगा? ब्रिक्स से पैक करेगा। ओ, इधर से ये होल पूरा इधर से ये ब्रिक्स है ना, ये ब्रिक्स पड़ी है ये। ओके, इनसे पैक करेंगे इसको पूरा। ഓ ബ്രിക്സ്. ये ഈ കട്ട വെച്ചിട്ട് ഇതുണ്ടോ ഇത് ഫുള്ള് ഇവിടെ അങ്ങ് നല്ലതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കും. ഫുള്ള് അടക്കി. ഇതുണ്ടോ ഇതുപോലെയുള്ള മുള്ളു ചെടികളുടെ ചെറിയ ചെറിയ തണ്ടുകളാട്ടോ ഈ ഇതിനു വേണ്ടി അടുക്കി അടുക്കി കൊടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് കുത്തനെ അങ്ങ് അടുക്കി കൊടുക്കുകയാണ്. ഇതിലൊരു ചെറിയ ശ്രദ്ധിച്ച് പിടിച്ചില്ല ഒരു മുള്ളിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. മുള്ളു ചെടി ആയതുകൊണ്ടാണ്. ഈ മുള്ളുചെടിയുടെ കരിക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല ഹീറ്റാന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിലെ റബ്ബർ തടിയൊക്കെ ഉണ്ടല്ലോ, കാലും ഒക്കെ ഹീറ്റ് ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഫുള്ളിത് അടുക്കി കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇത് ഇവരോട് ചോദിച്ച സമയത്ത് ഇതിൻ്റെ അകത്ത് എത്ര സമയം കൊണ്ട് അടുക്കി തീരുമെന്ന്
ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫുള്ളായിട്ട് നിന്നങ്ങ് അടുക്കുവാണെങ്കിൽ ഒരു 2 മണിക്കൂറും കൊണ്ട് ഇതേ പണി കഴിയുമെന്ന് പറയുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് അടുക്കി കഴിയും. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കരിമൂട്ടങ്ങളൊക്കെ ഇടുമായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷേ എന്തൊരു കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കരി നോക്കി, ഇത് റെഡിമെയ്ഡായിട്ട് ഫുള്ള് കട്ട വെച്ച് ഇവർ നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ ചുറ്റും കണ്ടോ, ഇത് ഫുള്ള് കട്ട വെച്ചാണ് നിർമ്മിച്ചേക്കുന്നത്. തടികളെല്ലാം ഇത് നമ്മുടെ ചൂളക്കകത്ത് നല്ലതുപോലെ അടുക്കി ഫിറ്റാക്കി. അതിനുശേഷം ഇത് നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇതിന്റെ കവാടം, ഈ ഒരു വാതിലുണ്ടല്ലോ, ഈ വാതിൽ ഫുള്ള് നമ്മളിത് ഇഷ്ടിക ചുടുകട്ട വെച്ചത് നല്ലതുപോലെ അങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫുള്ള് നിറച്ച് ഫിറ്റാക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ചെളി അങ്ങ് തേക്കും. ഫുള്ള് ഇതിൻ്റെ അകത്ത് എല്ലാ ഗ്യാപ്പുകളിലും നല്ലതുപോലെ ചെളി നല്ലതുപോലെ കുഴച്ചങ്ങ് തേക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇത് ചെളി ഫുള്ള് തേച്ച് കേട്ടോ. തേച്ച് നല്ല പോലെ ഇത് അടച്ചു. ഇതിൻ്റെ എല്ലാ ഗ്യാപ്പുകളും അടച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഇതിൻ്റെ തീ കത്തിക്കുന്ന സ്ഥലം കേട്ടോ. സാധാരണ നമ്മളൊക്കെ അടിയിലാണ് തീ കത്തിക്കുന്നുണ്ടേക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്താണ് തീ കത്തിക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ മുകളിൽ തീ കത്തിക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ മോള് തീ കത്തിച്ചുണ്ടല്ലോ, ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി ഫുള്ള് താഴേക്ക് വരും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇതിൻ്റെ ചുറ്റും ഫുള്ള് ചൂടായി തുടങ്ങി കേട്ടോ. 7ാമത്തെ ദിവസം ഇതേ നമ്മുടെ ഈ സൈഡിൽ 1-2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വരെ അങ്ങ് ക്ലോസ് ചെയ്യും. ഇതുണ്ട്, ഈ സൈഡിലൊക്കെ നിന്ന് കത്തുന്നുണ്ട്, ഈ സൈഡിലെല്ലാം ഉണ്ട്. ഇതങ്ങ് ക്ലോസ് ചെയ്യും, ഫുള്ള് ചുറ്റും ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ദിവസം അത് അരക്കാതെ അങ്ങ് ഇടും. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് തീയൊക്കെ നല്ലതുപോലെ അങ്ങ് അടങ്ങും. എന്നിട്ട് ഇതേ ഈ ഫ്രണ്ട് ഭാഗം അങ്ങ് വീണ്ടും പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇതേ നമ്മുടെ കരി ഫുള്ള് അങ്ങ് എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫൈനലി കരിയൊക്കെ റെഡിയായി കേട്ടോ. ഇത് നോക്കിയേ, നമ്മൾ അടിക്ക് നല്ല ഫിറ്റാക്കി വെച്ചതിലും കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കരികളെല്ലാം ഇനി വാരി കൊട്ടയ്ക്കകത്താക്കി ചാക്കിലേക്ക് നിറയ്ക്കാനായിട്ട് പോവാണ്.
കണ്ടോ, നല്ല മുഴുത്ത തടിയുടെ മുഴുപ്പ് തന്നെ ഇരിക്കുന്നു. പക്ഷെ നല്ല കരിയാട്ടോ. ഇങ്ങനെ അടത്തിയെടുത്താൽ എല്ലാം പോരും, നല്ല കട്ടയായിട്ട് കണ്ടോ. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ പൊടിയാണ് കേട്ടോ, നല്ല ഭയങ്കര പൊടിയുണ്ട്. പൊടി നമുക്ക് എപ്പോഴും ചുമയ്ക്കാനായിട്ട് തുടങ്ങും. ഇതെല്ലാം ഇനി അടിക്കടിക്ക് ചാക്കിലേക്ക് അങ്ങ് കയറ്റുവാണ്. ഒരു വിറക് തടി എങ്ങനെയാണോ അടുക്കിയത് അതുപോലെ നല്ല ഫ്രഷ് കരി. ഇതുണ്ട്, ഈ ഒരു കരിമൂട്ട ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര നല്ല ഫിനിഷിങ്ങിന് നമ്മുടെ കരി കിട്ടുന്നത്. നോക്കി കണ്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളുണ്ടല്ലോ ഈ ചാക്കിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വാരി അടുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത്. फुल चाक चारकोल कितना केजी है? 40 kg 40 केजी 40 kg कितना रुपीस है एक चाक का? 1000 ഇതുണ്ടോ ഒരു ചാക്ക്. ഇത് 40 കിലോയുടെ കരിയാട്ടോ. എടുത്തിട്ട് പൊങ്ങുന്നില്ല, നല്ല വെയിറ്റ് ആണ്. ഇതിന് 1000 രൂപയാണ് വില. 1000 രൂപ. കമ്പനി കാ നാം ക്യാ ഹൈ? करीब नवाज ट्रेडर्स. കരീസ് നവാസ് ട്രേഡേഴ്സ്. അത് തന്നെ. കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനുണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ വെച്ചേക്കാം. അങ്ങനെ ഇത് വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ റാംബായി ആണ് നമുക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരവും ഒരുക്കി തന്നത്. റാംബായി താങ്ക് യു. ഓക്കെ ഓക്കെ വെൽക്കം. ഓക്കെ, ആണ് ബട്ടിയിൽ ചാർക്കോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കരേ, ലൈക്ക് കരേ, ഫോളോ കരേ. താങ്ക് യു. സുഹൃത്തേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ? ഇത് കുഴപ്പമില്ല. കണ്ടിട്ട് എന്ത് മനസ്സിലായി? ഇത് നല്ല അധ്വാനമുള്ള പണിയാണ് സംഭവം. ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് സംഭവത്തിന് പിന്നിൽ. അതായത് ചെറിയൊരു സംഭവം അല്ല. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന മാതിരി ചെറിയൊരു ഒരു സെറ്റപ്പ് അല്ല അത്. അത് കുറച്ചുകൂടി നല്ലൊരു അഡ്വാൻറ്റേജ്. അതെ, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ചെയ്യണത്. പുതിയൊരു അനുഭവമാണ്. രാജസ്ഥാനിലെ ഷൂട്ടുകളൊക്കെ കഴിഞ്ഞത് നാട്ടിലേക്ക് മടങ്ങുവാണ്. रामभाई जाएगा? जाएगा. ओके जाएगा, हम जाएगा, बस अब नहीं रुकेगा. ओके.